തിരുവനന്തപുരം മാറാനെല്ലൂർ സിഐക്കെതിരെ 22-കാരിയായ അതിജീവിതയും കുടുംബവും വേർപിരിഞ്ഞു കഴിയുന്ന ഭർത്താവിനെതിരെ പീഡന പരാതി നൽകാനെത്തിയപ്പോൾ പ്രതിക്ക് വേണ്ടി സംസാരിച്ചെന്നാണ് ആരോപണം. നൽകിയ മൊഴിയിൽ നിന്ന് പീഡിപ്പിച്ചു എന്ന് പറയുന്ന വാക്കുകളടക്കം മാറ്റി വനിതാ ഉദ്യോഗസ്ഥ സ്റ്റേഷനിൽ ഉണ്ടായിട്ടും പുരുഷനായ ഉദ്യോഗസ്ഥനാണ് രേഖപ്പെടുത്തിയതെന്നും യുവതി സിഐ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസുകാരൻ ജാതി ചോദിച്ചെന്നും അതിജീവിതയുടെ സഹോദരനും ആരോപിച്ചു. മൊഴി നൽകാനെത്തിയപ്പോൾ സിഐയും പോലീസുകാരും സ്റ്റേഷനിൽ IPL കണ്ടിരുന്നു എന്നും കുടുംബം പറഞ്ഞു. രാവിലെ അവൻ വന്നിട്ട് കുറേ ചീത്ത വിളിക്കുകയും അടിക്കുകയൊക്കെ ചെയ്ത് എന്നെ മാത്രമല്ല കൊച്ചിനെ ഒരുപാട് അടിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് കൊണ്ടുവന്ന് കൊച്ച് ഭയങ്കര കരച്ചിലാണ്ട് കൊണ്ടുവന്ന് റൂമിൽ പൂട്ടിയിട്ട് എന്നെയും ഞാൻ ഡോറ് തുറക്കാൻ പോയപ്പോൾ കൊച്ചിനെ തുറന്നോടെ നോക്കിയപ്പോഴത്തേക്ക് എന്നെയും കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടിട്ട് പൂട്ടിയിട്ട് എന്നെ കുറേ അടിക്കുകയും ഇടിക്കുകയും കടിക്കുകയും കയ്യിലും ചുണ്ടിലും മോതിരം വെച്ച് ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ മാനസികവും ശാരീരികമായ പീഡനമാണ് എനിക്ക് ഏറ്റത്. അത് അപ്പോഴത്തേക്കും പിന്നെ അവൻ കൊന്നു കളയുമെന്നൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവർക്കൊരു താല്പര്യമില്ലാത്തവർ അവർ പറഞ്ഞ് നോക്കാം, ഭർത്താവല്ലേ, ഒരു പെങ്കൊച്ചൊക്കെ അല്ലേ ഉള്ളത്, സാരമില്ല, ഒത്തുപോകാൻ നോക്ക്, കേസൊന്നും വേണ്ട. അപ്പോൾ എൻ്റെ അനിയൻ, ഞാൻ പറഞ്ഞു കേസ് വേണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ പിന്നെ അനിയനെ ആരുണ്ടെന്ന് ചോദിച്ചു കൂടെ. ഞാൻ പറഞ്ഞു അനിയനുണ്ടെന്ന് പറഞ്ഞു. അനിയനെ വിളിക്കാൻ പറഞ്ഞു. അനിയൻ വന്നിട്ട് എടാ കേസ് വേണമെന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്ത് ചോദിച്ചു. അവൻ പറഞ്ഞ കേസ് വേണം, ഇതിനു മുമ്പും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, അപ്പോഴവനെ വെറുതെ വിട്ടത് കൊണ്ടാണ് അവൻ വീണ്ടും ഇങ്ങനെ കാണിച്ചത്, അതുകൊണ്ട് കേസ് ഉറപ്പായിട്ടും വേണമെന്ന് പറഞ്ഞവൻ. ശരി, അങ്ങനെയാണ്, കേസ് നിങ്ങളെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരാരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പപ്പയും അമ്മയും ആരെയൊക്കെ വിളിച്ച് പിന്നെ കുറേ നേരം വീണ്ടും വെയിറ്റ് ചെയ്യിപ്പിച്ചു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ. ആണിനെ കൊണ്ടാണ് എടുപ്പിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഞാൻ പറഞ്ഞു കൊടുത്ത് എടുപ്പിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് CA വന്നിട്ട് അതിനകത്തുള്ള വാക്കുകളൊക്കെ അതിനെ പീഡിപ്പിച്ചു എന്നുള്ള വാക്കുകളൊക്കെ മാറ്റി, അങ്ങനെയൊക്കെ പീഡിപ്പിച്ചെന്നുള്ള വാക്കൊക്കെ മാറ്റി എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ അടുത്ത് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നതല്ലായിരുന്നു വിശ്വാസം. അവൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അവൻ്റെ വക്കീലാരോ വിളിച്ചിട്ട് അവർ പറയുന്നതാണ് വിശ്വസിച്ചതുപോലെ. ഞാൻ പറയുന്നതിനൊന്നും ഒരു വില തന്നിട്ടില്ലാത്തവർ, അങ്ങനെ നടന്നിട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അവർക്കൊക്കെ. ആ സമയത്ത് IPL കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് അവരെല്ലാവരും കൂടെ കുറച്ച് നേരം IPL ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുരാഗ്, സാധാരണഗതിയിൽ ഈ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അതിക്രൂരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്, ഔട്ട് ഓഫ് സ്റ്റേഷൻ സെറ്റിൽമെൻ്റ് എല്ലാം പോലീസ് നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ക്രൂരമായ പീഡനം ഉണ്ടായി എന്നൊരു യുവതി പരാതിപ്പെടുകയാണ്. അവിടെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതിപ്പെട്ടിട്ടും സഹോദരൻ പരാതിപ്പെട്ടിട്ടും അത് കൂട്ടാക്കാൻ തയ്യാറാകുന്നില്ല. പ്രതിക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പോലീസിനെതിരെ, മാറാനെല്ലൂർ CIക്കെതിരെ ഉയരുന്നത്. പോലീസിന്റെ പ്രതികരണം ഇതിലെന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ അനുരാഗ്? കഴിഞ്ഞ ദിവസമാണ് യുവതി വേർപിരിഞ്ഞ് കഴിയുന്ന ഭർത്താവ് യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അതിന് മാസങ്ങളായി ഇവർ വേർപിരിഞ്ഞ് തന്നെ കഴിയുകയാണ്. ഡിവോഴ്സ് പെറ്റീഷൻ കോർട്ടിൽ കൊടുത്തിട്ടുമുണ്ട്. ഈ വീട്ടിലേക്ക് ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറുകയും ഇവർ ബൈറ്റിൽ പറയുന്നത് പോലെ തന്നെ മൃഗീയമായാണ് പീഡിപ്പിച്ചത്. ശരീരത്തിൽ വലിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ പരിക്കുകളോടെ ചോര ഒലിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെയാണ് ഈ യുവതി തൻ്റെ കൈക്കുഞ്ഞുമായി മാറാനെല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. ആ കയറി ചെന്ന ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അത് ഒത്തുതീർപ്പാക്കിക്കൂടെ, അല്ലെങ്കിൽ ആ തരത്തിൽ മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. പിന്നീട് കേസ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഭവനഭേദനം മാത്രം, ആ വകുപ്പ് മാത്രമിട്ട് കേസെടുക്കാനാണ് മാറാനെല്ലൂർ CI ആയ ഷിബു പറയുന്നത്. അതിനുശേഷം മൊഴിയെടുക്കലിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാ പോലീസുകാരും ചേർന്ന് IPL കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരോപണം. കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയാൽ കൃത്യമായ മാനദണ്ഡമുണ്ട്, ചട്ടങ്ങളുണ്ട്.
കൊണ്ട് അവരെ വൈകിപ്പിക്കരുത്, കൃത്യമായി അവർ പറയുന്നത് മൊഴിയായി രേഖപ്പെടുത്തണം, പിന്നീട് അതിൽ അന്വേഷണം നടത്തി അവർ പറഞ്ഞതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ കള്ളമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം അതിൽ നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ അതിനു മുൻപ് ഒരു യുവതി പറയുന്ന മൊഴി അത് തിരുത്താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള അധികാരമോ ഇല്ല എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ഇവിടെ മാറനല്ലൂർ CI കൃത്യമായ ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു യുവതി തന്നെ ആരായാലും മൃഗീയമായി പീഡിപ്പിച്ചു എന്ന പരാതി നൽകാൻ എത്തുമ്പോൾ അത് ഒത്തുതീർപ്പാക്കിക്കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ വകുപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊഴികൾ തിരുത്താൻ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും അവിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുണ്ട്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അവർ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും പുരുഷ പോലീസാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം മെഡിക്കൽ എടുക്കാൻ പോകേണ്ടതുണ്ട്. വൈദ്യ പരിശോധനയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും അവിടെ 2 പോലീസ് ജീപ്പുകൾ പോലീസ് സ്റ്റേഷനിൽ വെറുതെ കിടപ്പുണ്ട്. എന്നിരുന്നാൽ പോലും ഈ യുവതിയോട്, അതായത് ഇത്രയും പരിക്കുകളോടെ ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന യുവതിയോട് മറ്റൊരു വാഹനം വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അവർ ആ വാഹനം വിളിച്ചുകൊണ്ടുവരുന്നു. ആ വാഹനത്തിലാണ് പോലീസുകാരെയും കൊണ്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് ഇവർ വൈദ്യ പരിശോധനയ്ക്കായി പോകുന്നത്. അവിടെയും വലിയ കാലതാമസമുണ്ടായി. കൈക്കുഞ്ഞാണ്, കുഞ്ഞ് പുറത്തിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ എടുക്കാൻ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ യുവതി പറയുന്നത്. എന്തായാലും അതിനൊപ്പം തന്നെ ഈ വകുപ്പുകൾ മാറ്റിയപ്പോഴും അല്ലെങ്കിൽ മൊഴിയിൽ തിരുത്തൽ വരുത്തിയപ്പോഴും പെൺകുട്ടി പേടിച്ച് പുറത്തുണ്ടായിരുന്ന തൻ്റെ സഹോദരനോടാണ് ഇത് വന്ന് പറയുന്നത്. സഹോദരൻ പിന്നീട് CIയോട് കയറി സംസാരിക്കുമ്പോൾ, എന്തിനാണ് സാർ ഇങ്ങനെ മൊഴിയിൽ മാറ്റം വരുത്തുന്നത്, വകുപ്പുകളിൽ എന്താണ് തിരുത്തൽ സംഭവിക്കുന്നത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ, നീ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ വേണം എന്നുള്ള കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ് ഈ CI ചെയ്യുന്നത്. അതിനൊപ്പം ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം നിനക്ക് വേണം, നീ എന്തായാലും കരുതിയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഭീഷണിയായി പറയുന്നത്. അതിനൊപ്പം ഈ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ സഹോദരനോട് നീ ഏത് ജാതിയാണ് എന്നുള്ള ചോദ്യം കൂടി ഒരു പോലീസുകാരൻ ചോദിക്കുന്നു. അങ്ങനെ നഗ്നമായ ലംഘനം തന്നെയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു അതിജീവിതയ്ക്കാണ് ഞെട്ടിക്കുന്ന ഒരു അനുഭവം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അനുരാഗ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ വാർത്ത വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരിക്കലും വലിയ നീതി നിഷേധമാണ് ഉണ്ടായത്. അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനം ഉണ്ടായി. അത് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് കനത്ത നീതി നിഷേധം ഉണ്ടായി എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ പോലീസുകാരുടെ വെർഷൻ വ്യക്തമായിട്ടുണ്ട്. പോലീസിന് എന്താണ് പറയേണ്ടത്? ഈ പ്രത്യേകിച്ച് ഈ മാറനല്ലൂർ CI ആണല്ലോ വിശദമായ രീതിയിൽ ഇതിലൊരു വിശദീകരണം നൽകേണ്ടത്. പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു അനുരാഗ്. ഈ ഘട്ടത്തിൽ എന്തായാലും അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അവരുടെ ഭാഗത്ത് ഗുരുതരമായ തന്നെ തെറ്റുണ്ട്, ലംഘനമുണ്ട്, നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും ലംഘനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ പരാതിയുമായി എത്തിയാൽ അതിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു നിയമവ്യവസ്ഥയ്ക്കും അവകാശമില്ല എന്നുള്ളത് തന്നെയാണ്. അവർ എന്താണ് പറയുന്നത് അതിൽ കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തണം. അവർ പറയുന്ന ഓരോ വാക്കും അതുപോലെ തന്നെ മൊഴിയിൽ രേഖപ്പെടുത്തണം. പിന്നീടാണ് അതിൽ അന്വേഷണം നടത്തി അവർ പറയുന്നതിൽ വസ്തുതയുണ്ടോ അല്ലെങ്കിൽ അത് വ്യാജമാണോ എന്ന് കണ്ടെത്തി അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ, ഗൗരവതരമായ ഒരു പരാതി, അത് മുൻ ഭർത്താവാണ്, ശാരീരികമായി പീഡിപ്പിച്ചു, മർദ്ദിച്ചു, കുഞ്ഞിനെ മർദ്ദിച്ചു, വന്ന് നിൽക്കുമ്പോൾ തന്നെ ചുണ്ടിന് പൊട്ടലുണ്ട്, കൈകളിലെല്ലാം കടിച്ചു കീറിയ അടയാളങ്ങളുണ്ട്, ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വസ്തുതയാണ് എന്ന് ബോധ്യപ്പെടുമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം അത് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഗൗരവതരമായ ചോദ്യം. എന്തായാലും അതിൽ മറുപടി പറയാതെ മാറനല്ലൂർ പോലീസിന് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അത്രത്തോളം അധിക്ഷേപവും ഉന്നയിക്കുകയാണ്. യുവതി അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മാറനല്ലൂർ CIക്കെതിരെയും പോലീസിനെതിരെയും ഉന്നയിക്കുന്നത്. അതിന്റെ നിജസ്ഥിതി കൃത്യമായ രീതിയിൽ അന്വേഷിച്ചറിയേണ്ടതാണ് പോലീസ് സംവിധാനത്തിന്. അല്ലെങ്കിൽ മാറനല്ലൂരിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൃത്യമായി പരിശോധിക്കണം.